അമൂല്യമായതെന്തും അവന്റെ മാർഗത്തിൽ ത്യജിച്ചും അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചും നാഥനിൽ പൂർണ്ണമായി അലിഞ്ഞുചേരുക. ശാശ്വത മോക്ഷം നേടാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ലോകത്തിന് മുന്നിൽ ഉത്തമമായ ഒരു ജീവിത മാതൃകയുണ്ട്. ത്യാഗസുരഭിലവും ആദർശനിഷ്ഠവുമായ ഇബ്രാഹിം നബിയുടെ ജീവിതം. സ്വപ്നം ദർശിച്ചതും ബലിയറുക്കാൻ സന്നദ്ധനാകുന്നതും അവസാന നിമിഷം എത്തുന്ന അല്ലാഹുവിന്റെ സന്ദേശവും. വലിയ പെരുന്നാൾ ആഘോഷങ്ങളിലാണ് ലോകം. പീഡനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും മുൻപിൽ പതറാതെ നിൽക്കണമെന്ന പാഠം സന്ദേശമായ ഉത്സവം. മനുഷ്യരെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാല ഹൃദയമുള്ള ഭൂലോകത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിക്കലാണോ നമ്മൾ? അങ്ങനെ ചിന്തിച്ചാൽ തെറ്റില്ല. 3 വർഷമായി തുടരുന്ന യുദ്ധം പ്രത്യക്ഷത്തിൽ റഷ്യയും യുക്രൈനും തമ്മിലാണെങ്കിലും മോസ്കോയും നാറ്റോയും തമ്മിലുള്ള നിഴൽ യുദ്ധമാണത്. പാശ്ചാത്യ രാജ്യങ്ങളും നാറ്റോയുമാണ് യുക്രൈന്റെ ബലം. ആയുധശേഷി കൊണ്ടും കരുത്തുകൊണ്ടും ലോകത്ത് മുൻനിരയിലുള്ള റഷ്യ വിറങ്ങലിച്ചു നിന്നു കഴിഞ്ഞ വാരം. യുക്രൈന്റെ ഓപ്പറേഷൻസ് സ്പൈഡേഴ്സ് വെബ് ക്ഷമയോടെ വല നെയ്ത് ശത്രുവിനെ അഴിക്കാൻ പറ്റാത്ത കുരുക്കിലാക്കിയ യുദ്ധതന്ത്രം. ചരിത്രഗാഥകളിൽ ട്രോയ് നഗരം കീഴടക്കാൻ ഗ്രീക്കുകാർ ഉപയോഗിച്ച ട്രോജൻ വിദ്യ അത് ന്യൂജൻ കാലത്തും ഔട്ട്ഡേറ്റഡ് അല്ല. മരക്കുതിരകൾക്കുള്ളിൽ പടയാളികളെ ഒളിപ്പിച്ചു കടത്തിയ ഗ്രീക്ക് തന്ത്രം. കാലം മാറിയതോടെ കാലാൾപ്പടയും മാറി. സാങ്കേതിക വിദ്യ വികസിച്ചതോടെ തടിപ്പെട്ടികളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളായെന്ന് മാത്രം. പുടിന്റെ റഷ്യ അമ്പരന്ന് നിന്ന വാരമാണ് കടന്നുപോയത്. ചിലന്തി വല നെയ്യുന്ന പോലെ സമയമെടുത്ത് ആസൂത്രണം. യുക്രൈന്റെ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. റഷ്യൻ ചാരസംഘടനകളെ, സൈന്യത്തെ, മറ്റ് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുടെയെല്ലാം കണ്ണുവെട്ടിച്ച് റഷ്യയ്ക്കുള്ളിൽ യുക്രൈൻ നടത്തിയ അവിശ്വസനീയ പ്രഹരം. 1.5 വർഷത്തെ ആസൂത്രണത്തിലൂടെ യുക്രൈൻ സുരക്ഷാ ഏജൻസിയായ SBU നടത്തിയ ഓപ്പറേഷൻ. കരമാർഗം സ്ഫോടക വസ്തുക്കൾ നിറച്ച 117 ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ. ഇവ ട്രക്കുകളിൽ റഷ്യൻ അതിർത്തി കടത്തി. ട്രക്കുകളിൽ ഡ്രോണുകൾ സൂക്ഷിച്ചത് തടിപ്പെട്ടികളിൽ. തടിപ്പെട്ടികളുടെ വാതിൽ തുറക്കാനുള്ള സംവിധാനം നിയന്ത്രിച്ചത് യുക്രൈനിൽ. AI സാങ്കേതിക വിദ്യയിലൂടെ വാതിലുകൾ തുറന്നപാടെ ഡ്രോണുകൾ റഷ്യൻ വ്യോമത്താവളത്തിലേക്ക്. റഷ്യയുടെ പഴയ തലമുറ ബോംബർ വിമാനങ്ങൾ തകർത്തു. ആദ്യ തലമുറ ആണവ ബോംബുകളെ വഹിക്കാൻ ഉപയോഗിച്ചിരുന്ന തുപ്പലേവ് സീരീസിലെ 2 വിമാനങ്ങൾ തകർന്നു. 70കളിലെ യുദ്ധവിമാനമായ ബെറിയേവ് A-50 വിമാനങ്ങളും തകർത്തു. റഷ്യയുടെ 40ലേറെ ബോംബർ വിമാനങ്ങൾ തകർത്തെന്നാണ് യുക്രൈന്റെ അവകാശവാദം. റഷ്യയ്ക്ക് ആകെ $200 കോടി നാശനഷ്ടം. യുദ്ധം ആരംഭിച്ച ശേഷം യുക്രൈൻ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രോണാക്രമണമായിരുന്നു ജൂൺ 1 വെറുതെയല്ല, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടായിരുന്നു പ്രത്യാക്രമണം. ഒറ്റയ്ക്ക് നടപ്പാക്കിയ ഓപ്പറേഷൻ എന്നാണ് യുക്രൈന്റെ അവകാശവാദം. പക്ഷേ സംശയമുന പലതിലേക്കും നീളുന്നു. ബ്രിട്ടൻ യുക്രൈനെ സഹായിച്ചോ? ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അതിനൂതന സംവിധാനങ്ങളാണ് യുക്രൈനെ സഹായിച്ചതെന്നാണ് ബ്രിട്ടനിലെ റഷ്യൻ അംബാസിഡർ ആൻഡ്രി കെലിൻ പറയുന്നത്. തെളിവുകളൊന്നുമില്ല. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബ്രിട്ടനിലെ റഷ്യൻ അംബാസഡർ ആൻഡ്രി കെലിൻ പറഞ്ഞത് യുക്രൈന് സുപ്രധാനമായ രഹസ്യവിവരങ്ങൾ കൈമാറിയത് ബ്രിട്ടനാണെന്നാണ്. യുക്രൈന് സ്വന്തമായി ഇത്ര വലിയൊരു ആക്രമണത്തിന് കഴിയില്ല. റഷ്യയുടെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബിൽ പങ്കില്ലെന്ന് US വ്യക്തമാക്കി കഴിഞ്ഞു. ബ്രിട്ടന് എന്തുകൊണ്ടാണ് മൗനം എന്നാണ് റഷ്യയുടെ ചോദ്യം. യുക്രൈന് സ്വന്തമായി ദീർഘദൂര മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ സഹായം നൽകരുതെന്ന്
ജർമ്മനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പാശ്ചാത്യ ശക്തികൾ തകർക്കുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ റഷ്യ ഉന്നയിച്ച വിമർശനം. ബ്രിട്ടന്റെ ചില മുന്നൊരുക്കങ്ങൾ എന്തിന്റെയെങ്കിലും സൂചനയാണോ? രാജ്യത്ത് പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുന്ന 6 ഫാക്ടറികൾ നിർമ്മിക്കാനാണ് തീരുമാനം. ബ്രിട്ടീഷ് സായുധ സേനയുടെ ശക്തി കൂട്ടാനായി കൂടുതൽ നിക്ഷേപം നടത്തുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കപ്പലുകളെയും എയർക്രാഫ്റ്റുകളെയും ടാങ്കുകളെയും സൈന്യത്തെയും ഏത് സാഹചര്യവും നേരിടാൻ ബ്രിട്ടൻ പരുവപ്പെടുത്തുന്നത് എന്തിനാണ്? കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 1.25 മണിക്കൂർ ഫോണിൽ സംസാരിച്ചു. ആ കോളിൽ പുടിൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്: യുക്രൈന്റെ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി നൽകും. Sometimes you're better off letting them fight for a while and then pulling them apart. യുക്രൈനും റഷ്യയും തമ്മിൽ കുറച്ചു കാലം കൂടി യുദ്ധം തുടരുന്നതാണ് നല്ലതെന്ന് ട്രംപ് ഇപ്പോൾ പറയുന്നു. റഷ്യ രണ്ടും കൽപ്പിച്ചാണ്. തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. 400 ഡ്രോണുകളും ബാലിസ്റ്റിക് ഉൾപ്പെടെ 40-ലധികം മിസൈലുകളും റഷ്യ ഒറ്റ രാത്രി പ്രയോഗിച്ചെന്ന് സെലൻസ്കി തന്നെ പറയുന്നു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ചർച്ചകൾ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണെന്ന് ലോകം കരുതിയപ്പോഴാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത്. സമാധാന ചർച്ചയുടെ 2ാം റൗണ്ട് തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബുളിൽ നടക്കാനിരിക്കെയായിരുന്നു ആക്രമണം. സമാധാന ചർച്ചകൾ പുതിയ പശ്ചാത്തലത്തിൽ അനിശ്ചിതത്വത്തിലായി. നാശനഷ്ടങ്ങളല്ല, നാണക്കേട് റഷ്യക്ക് സഹിക്കാനാവില്ല. നാണക്കേട് ഇന്ധനമായാൽ പ്രതികാരത്തിന് പ്രഹരശേഷിയും കൂടും. അതിൽ ലോകത്തിന് തന്നെ ആശങ്കയുണ്ട്. ആരാണ് മാഡം എൻ? പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയ യൂട്യൂബർമാരെ നിയന്ത്രിച്ചിരുന്ന പാകിസ്ഥാനിലെ ആ മാഡം എൻ ആരാണ്? ഈ മാഡം നിയന്ത്രിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ഇനിയുമുണ്ടോ? എന്താണ് ഈ സ്ത്രീക്ക് പാകിസ്ഥാനിലെ ISAയുമായി ബന്ധം? അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ ഈ പാകിസ്ഥാൻ സുന്ദരിയെക്കുറിച്ച് പഴുതടച്ചുള്ള അന്വേഷണത്തിലാണ് ഏജൻസികൾ. ഇന്ത്യൻ യൂട്യൂബർമാരുമായി ബന്ധപ്പെട്ട ചാരവൃത്തി കേസുകളിൽ ഒരു പാകിസ്ഥാൻ ബിസിനസ്സുകാരിയാണ് ഇപ്പോൾ ചർച്ചകളിൽ. മാഡം എൻ. ഇന്ത്യയിൽ ഇവർക്കൊരു ചാരശൃംഖല ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നവരെ വലവീശി പിടിച്ച് എല്ലാ സൗകര്യങ്ങളും നൽകി കെണിയിലാക്കുന്ന പാക് ചാര വനിത മാഡം എൻ അഥവാ നൌഷബ ഷഹസാദ് മസൂദ്. പാകിസ്ഥാൻ ബിസിനസ്സുകാരി. ട്രാവൽ ഏജൻസി നടത്തിപ്പുകാരിയായ നൌഷബ ഷഹസാദ് മസൂദിന് ചാര ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസുമായി എന്താണ് ബന്ധം? പാകിസ്ഥാനിലെ ജയാന ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ ഉടമ. ഭർത്താവ് വിരമിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ. ISAയിൽ ഇവരുടെ കോഡ് നെയിം മാഡം എൻ. സാമൂഹിക സ്വാധീനമുള്ളവരെയും യൂട്യൂബർമാരെയും ഉപയോഗിച്ച് ഇന്ത്യയിൽ സ്ലീപ്പർ സെൽ നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്നതിൽ ഇവർക്കുള്ള പങ്കെന്ത്? ചാരവൃത്തിക്ക് ഇന്ത്യയിൽ അറസ്റ്റിലായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് മസൂദിന്റെ പേര് പുറത്തുവന്നത്. ജ്യോതി മൽഹോത്രയെയും മറ്റ് ഇന്ത്യക്കാരെയും പാകിസ്ഥാൻ സന്ദർശിക്കാൻ സഹായിച്ചത് ഇവരാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപും യൂട്യൂബർമാർ നിരവധി തവണ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തു. ഇന്ത്യയിൽ 500 ചാരന്മാരുടെ ഒരു ശൃംഖല കെട്ടിപ്പടുക്കാൻ മാഡം എൻ ശ്രമിച്ചിരുന്നു. അതെങ്ങനെ വേണമെന്ന് പാക് സൈന്യവും ISAയും മാഡം എന്നിന് നിർദ്ദേശം നൽകിയിരുന്നു. ഹിന്ദുക്കളെയും സിഖുകാരെയുമാണ് മാഡം എൻ ലക്ഷ്യമിട്ടത്. അറസ്റ്റിലായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ പാക് സൈന്യത്തിനും ISAയ്ക്കും പരിചയപ്പെടുത്തിയത് ഇവരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നൌഷബ ഷഹസാദ് മസൂദ് അടിമുടി ദുരൂഹമാണ് മാഡം എൻ. 6 മാസത്തിനിടെ ഇവരുടെ ട്രാവൽ ഏജൻസിയിലൂടെ പാകിസ്ഥാൻ സന്ദർശിച്ചത് 3000 ഇന്ത്യക്കാർ, 1500 പ്രവാസി ഇന്ത്യക്കാർ. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലും മാഡം എന്നിന് ഉണ്ടായിരുന്നത് വലിയ സ്വാധീനം. ബന്ധങ്ങൾ ഉപയോഗിച്ച് വിസകൾക്ക് റെക്കോർഡ് വേഗത്തിൽ അംഗീകാരം. ഫസ്റ്റ് സെക്രട്ടറി സുഹൈൽ ഖമർ, കൗൺസിലർ ഉമർ ഷെരിയാർ, ISI പ്രവർത്തകൻ ഡാനിഷ് എന്ന
ഹെസാൻ ഉർ റഹ്മാൻ എന്നിവരുമായി മാഡം എന്നിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇവാക്വേറ്റ് ട്രസ്റ്റ് പ്രോപ്പർട്ടി ബോർഡുമായി സഹകരിച്ച് പാകിസ്ഥാനിലേക്ക് സിഖ് ഹിന്ദു തീർത്ഥാടനങ്ങൾ സംഘടിപ്പിച്ചത് മസൂദിന്റെ ഏജൻസി മാത്രമായിരുന്നു. പാകിസ്ഥാൻ പിന്തുണയുള്ള ചാരശൃംഖലയുമായി ബന്ധപ്പെട്ട് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ മാസം അറസ്റ്റിലായത് 11 പേർ. ഹരിയാനയിൽ നിന്നുള്ള ട്രാവൽ ബ്ലോഗർ ജ്യോതിറാണി മൽഹോത്രയും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കായി ചാരപ്പണി നടത്തിയതായും ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനുമായി നിർണായക വിവരങ്ങൾ പങ്കിട്ടതായും സംശയങ്ങളുണ്ട്. ചുരുളഴിയേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്. എന്താണ് ഇവർ ലക്ഷ്യമിട്ടത്? പഹൽഗാം ഭീകരാക്രമണവുമായി പാകിസ്ഥാനിലെ ഈ മാഡം എന്നിന് ബന്ധമുണ്ടോ? ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ബ്രേക്കപ്പിലാണ്. കൂട്ടുവെട്ടിയാൽ മിണ്ടില്ലെന്ന കട്ടായമല്ല, തുറന്ന പോരാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, കരാറുകളും സബ്സിഡികളും റദ്ദാക്കൽ, ബഹിരാകാശ യാത്രാ സൗകര്യം നിഷേധിക്കൽ, ഇപ്പോൾ ലൈംഗിക പീഡന ആരോപണത്തിൽ വരെ എത്തി. ഇരുവരും സോഷ്യൽ മീഡിയ താരങ്ങളായതിനാൽ അവിടെയും അടി കത്തിക്കയറുന്നുണ്ട്. അങ്ങനെ അടിമുടി വഷളാവുകയാണ് ട്രംപ് മസ്ക് തർക്കം. You show what matters by your actions, not your words. I'm very disappointed in Elon. I've helped Elon a lot. ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ഇരുവരും അടിസ്ഥാനപരമായി കച്ചവടക്കാരാണ്. വെറും കച്ചവടക്കാരല്ല, വിചിത്ര വഴികളിലൂടെ സഞ്ചരിച്ച് അത്ഭുത വിജയങ്ങൾ നേടിയവർ. അസാധ്യമെന്ന് വിലയിരുത്തിയ പല കിറുക്കൻ സ്വപ്നങ്ങളും സാധ്യമാക്കി ലോകത്തെ ഞെട്ടിച്ചവർ. സ്വന്തം കച്ചവടങ്ങളിലൂടെ അതിസമ്പന്നരായവർ. സ്ത്രീബന്ധങ്ങൾ മുതൽ വിവാദ പ്രസ്താവനകളിൽ വരെ സമാന മനസ്കർ. ആരും വീണുപോയേക്കാവുന്ന വിവാദങ്ങൾ വളമാക്കി വളരുന്ന അപാര തന്ത്രജ്ഞർ. സാഹസികത കൂടെപ്പിറപ്പാക്കിയവർ. ഡൊണാൾഡ് ട്രംപ് ലോകത്തെ ഏറ്റവും പവർഫുള്ളായ രാജ്യത്തിന്റെ തലവൻ. ഇലോൺ മസ്ക് ലോകത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ. അതൊരു മാരക കോമ്പിനേഷനായിരുന്നു. എന്തും ചെയ്യുന്ന രണ്ടുപേർ. എതിർപ്പുകൾക്ക് പുല്ലുവില പോലും നൽകാത്തവർ. കൈവച്ചതൊക്കെ വിജയിക്കുന്നത് കൊണ്ട് എതിർപ്പുകളുടെ ശബ്ദം അവർ തള്ളിക്കളഞ്ഞു. വിചിത്ര പരിഷ്കാരങ്ങൾ പരസ്പരം മത്സരിച്ച് നടപ്പാക്കി. എന്നാൽ ഇവരുടെ മധുവിധു അധികം നീണ്ടില്ല. ഒടുവിൽ ട്രംപും മസ്കും തെറ്റി. കാര്യക്ഷമതാ വകുപ്പ് തലപ്പത്തു നിന്നും മസ്ക് രാജിവെച്ചു. ട്രംപിന്റെ ബജറ്റ് ബില്ലിനെ ചൊല്ലിയാണ് തെറ്റിയതെന്ന് പറയുമ്പോഴും പുറമേക്ക് പറയുന്ന കാരണങ്ങൾ പലതുണ്ടെങ്കിലും അതിനപ്പുറം മറ്റു പലതും ഉണ്ടാവാമെന്നത് തള്ളാനാവില്ല. കാരണം ഇരുവരും അടിസ്ഥാനപരമായി കച്ചവടക്കാരാണ്. അതുതന്നെയാവും ഇവിടെയും പ്രശ്നമെന്ന് വേണമെങ്കിൽ പറയാം. Elon and I had a great relationship. I don't know if we're well anymore. I was surprised because you were here. Everybody in this room practically was here as we had a wonderful send-off. And if you saw the statements he made about me, which I'm sure you can get very easily, it's very fresh on tape. He said the most beautiful things about me. And he hasn't said bad about me personally, but I'm sure that'll be next. But I'm very disappointed in Elon. I've helped Elon a lot. സോഷ്യൽ മീഡിയ താരങ്ങൾ കൂടിയായ ഇരുവരുടെയും മസാല വിവാദങ്ങളും ചൂട് പിടിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ട്രംപിനെതിരെ മസ്ക് ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചു. സമൂഹ മാധ്യമത്തിലൂടെയാണ് ആരോപണം. ജെഫ്രി എപ്സ്റ്റൈൻ ബാലപീഡന പരമ്പരയിൽ ട്രംപിന്
പങ്കുണ്ടെന്നാണ് ആരോപണം. ഈ കേസ് ട്രംപ് രഹസ്യമാക്കി വെച്ചതിന് കാരണം ഇതാണെന്നും മസ്ക്. ബിഗ് ബോംബ് എന്ന തലക്കെട്ടിൽ കുറിച്ചു വച്ചോളൂ, സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്നും മസ്ക് കുറിച്ചു. പീഡനക്കേസിൽ വിചാരണ നേരിടുന്നതിനിടെ 2019 ജയിലിൽ ജീവനൊടുക്കിയ US ശതകോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റൈന്റെ ലൈംഗികാതിക്രമങ്ങൾ ഉൾപ്പെട്ടതാണ് വിവാദമായ കേസ്. ഇലോൺ മസ്കിന്റെ ആരോപണത്തിന് പിന്നാലെ എപ്സ്റ്റൈൻ ഫയലുകൾ പുറത്തുവിടണമെന്ന ആവശ്യവുമായി ഡെമോക്രാറ്റിക് പാർട്ടിയും രംഗത്ത് വന്നു. ഇതൊന്നും പോരാഞ്ഞ് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന വാദത്തെയും മസ്ക് പിന്തുണച്ചു. പകരം വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പ്രസിഡന്റാക്കണമെന്നാണ് നിർദ്ദേശം. ഒരു പടി കൂടി കടന്ന് പുതിയ പാർട്ടിക്കുള്ള അഭിപ്രായ സർവേയും തുടങ്ങി. ഇരു പാർട്ടിയിലും പെടാത്ത 80% വരുന്ന ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പുതിയൊരു പാർട്ടി വേണ്ടേ എന്ന ചോദ്യത്തിന് 81% പേരും അതെ എന്നാണ് ഉത്തരം നൽകിയത്. 40 ലക്ഷത്തോളം പേരാണ് ഇതുവരെ വോട്ട് ചെയ്തത്. ട്രംപിനെ ജയിപ്പിച്ചത് താനാണ് എന്നത് മറക്കരുത് എന്നതായിരുന്നു ട്രംപിനോടുള്ള മസ്കിന്റെ പ്രതികരണം. മസ്കിന്റെ കമ്പനികൾക്കുള്ള US സർക്കാർ കരാറുകൾ റദ്ദാക്കുമെന്നും സബ്സിഡികൾ നിർത്തലാക്കുമെന്നും പ്രഖ്യാപിച്ചാണ് ട്രംപ് പക്ഷേ തിരിച്ചടിച്ചത്. നമ്മുടെ ബജറ്റിൽ കോടിക്കണക്കിന് ഡോളർ ലഭിക്കാവുന്ന എളുപ്പവഴി ഇലോണിന്റെ സർക്കാർ സബ്സിഡികളും കോൺട്രാക്റ്റുകളും ഒഴിവാക്കുകയാണ്. ബൈഡൻ അത് ചെയ്യാതിരുന്നതിൽ ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുന്നു എന്നതായിരുന്നു ട്രംപിന്റെ പോസ്റ്റ്. പിന്നാലെ മസ്കിന്റെ ഓഹരികളിൽ മാത്രമുണ്ടായത് 15,000 കോടി ഡോളറിന്റെ ഇടിവ്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകം ഉടൻ ഡീകമ്മീഷൻ ചെയ്യുമെന്നായിരുന്നു എക്സ് വഴിയുള്ള മസ്കിന്റെ ഭീഷണി. നിലവിൽ ബഹിരാകാശ നിലയത്തിലേക്കുള്ള വിക്ഷേപണങ്ങൾക്കായി നാസ ആശ്രയിക്കുന്നത് സ്പേസ് എക്സിനെയാണ്. നാസയ്ക്ക് സ്വന്തമായി ബഹിരാകാശ പേടകമില്ല. മുൻപ് സ്വന്തം സഞ്ചാരികളെ അയക്കാനായി ആശ്രയിച്ചിരുന്നത് റഷ്യൻ പേടകങ്ങളെയായിരുന്നു. സ്പേസ് എക്സ് വന്നതോടെയാണ് ഇതിന് അവസാനമായത്. ബോയിങ് കമ്പനിയും രംഗത്തുണ്ടെങ്കിലും ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിന് ഇതുവരെ പരീക്ഷണ വിക്ഷേപണത്തിൽ പൂർണ്ണ വിജയം നേടാനായിട്ടില്ല. സാഹസികവും വിചിത്രവുമായ നീക്കങ്ങളാൽ ലോകത്തെ അമ്പരപ്പിക്കുന്ന ട്രംപും മസ്കും തമ്മിലുള്ള പോരിൽ ഇനിയും ആയുധങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ലൈംഗിക ആരോപണം മുതൽ ബഹിരാകാശ സഞ്ചാരം വരെ എത്തി നിൽക്കുന്ന വിവാദങ്ങൾ ഇനിയും കടുക്കും. പരസ്പരം വീഴ്ത്താനുള്ള വമ്പന്മാരുടെ പോരിൽ ആര് വീഴുമെന്ന് കാത്തിരിക്കാം. ഇതിനിടയിൽ ഇരുവരും യോജിക്കാനുള്ള സാധ്യതയും തള്ളാനാവില്ല. കാരണം അടിസ്ഥാനപരമായി ഇരുവരും കച്ചവടക്കാരാണ്. ഹമാസ് തലവൻ മുഹമ്മദ് സിൻവാറിനെ അടക്കം കൊലപ്പെടുത്തിയെന്ന് വീരവാദം മുഴക്കി അപ്രമാദിത്യം പ്രഖ്യാപിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇനി അധിക ദിവസം ആ പ്രധാനമന്ത്രി കസേരയിൽ തുടരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. 2023 ഒക്ടോബറിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മുഴുവൻ ഇനിയും മോചിപ്പിക്കാനാകാത്തതിലും അന്നു മുതൽ തുടരുന്ന യുദ്ധത്തിലും അതൃപ്തരായവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനിടെയാണ് നിർബന്ധിത സൈനിക വൃത്തിയുടെ മേൽ ഇപ്പോൾ സഖ്യകക്ഷികൾ കൂടി ഇടഞ്ഞിരിക്കുന്നത്. പിന്തുണ പിൻവലിക്കുമെന്നാണ് ഭീഷണി. തെറിക്കുമോ നെതന്യാഹുവിന്റെ കസേര? ഗാസയിൽ അധിനിവേശം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് സൈനിക സേവനത്തിൽ നിന്ന് വിടുതൽ നൽകുന്നത് രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് നെതന്യാഹു സഖ്യകക്ഷികളുടെ ആവശ്യത്തോട് വഴങ്ങാത്തത്. എന്നാൽ രണ്ടും കൽപ്പിച്ചാണ് യുണൈറ്റഡ് തോറ ജൂദായിസം പാർട്ടിയും. തോറ പഠിക്കുന്ന യാഥാസ്ഥിതിക വിദ്യാർത്ഥികളെ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ബിൽ പാസാക്കാൻ ജൂൺ 2 ഷവോത്ത് അവധി ദിവസം വരെയാണ് UTJയും ഷാസ് പാർട്ടിയും നെതന്യാഹുവിന് സമയം നൽകിയിരുന്നത്. എന്നാൽ ബിൽ അവതരിപ്പിക്കാൻ പോലും നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയും തയ്യാറായില്ല.
ഇതോടെയാണ് സർക്കാരിലെ തങ്ങളുടെ പിന്തുണ പിൻവലിക്കുമെന്ന UTJയുടെ ഭീഷണി. 120 അംഗ നെസറ്റിൽ 68 പേരുടെ പിന്തുണയോടെയാണ് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി ഭരണം നടത്തുന്നത്. ഇതിൽ 7 അംഗങ്ങളാണ് UTJയ്ക്കുള്ളത്. ഇവരുടെ പിന്തുണ നഷ്ടപ്പെട്ടാൽ തന്നെ നെതന്യാഹു സർക്കാർ തുലാസിലാകും. സമാനമായ ആവശ്യം ഉന്നയിക്കുന്ന മറ്റൊരു ഹരേതി യാഥാസ്ഥിതികരായ ഷാസ് പാർട്ടി കൂടി പിന്തുണ പിൻവലിക്കുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. 11 സീറ്റുകളുള്ള ഇവർ കൂടി പിന്തുണ പിൻവലിച്ചാൽ നെതന്യാഹു ഭരണകൂടം നിലംപൊത്തും. പ്രശ്നപരിഹാരത്തിനായി ലിക്വിഡ് പാർട്ടി പ്രതിനിധി യുലി എൽഡസ്റ്റീനും ഹരേതി പ്രതിനിധികളും തമ്മിൽ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല. ഇതോടെയാണ് ഹരേതി ജൂതന്മാരുടെ മതനേതൃത്വം പാർലമെന്റ് അംഗങ്ങൾക്ക് ഗവൺമെന്റ് വിടാൻ നിർദ്ദേശം നൽകിയത്. ഇസ്രയേലി പാർലമെന്റായ നെസറ്റ് പിരിച്ചുവിടാൻ ആവശ്യപ്പെടുന്ന ബില്ല് അവതരിപ്പിക്കാൻ UTJയിലെ ഒരു വിഭാഗത്തിന്റെ നേതൃത്വം തങ്ങളുടെ പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് അടുത്ത ബുധനാഴ്ച നെസറ്റ് പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബിൽ സമർപ്പിക്കുമെന്ന് പ്രതിപക്ഷത്തെ യഷ് അദിത്, ഇസ്രയേൽ ബെയ്ത്തുനു പാർട്ടികളും വ്യക്തമാക്കി. നിർബന്ധിത സൈനിക സേവനത്തിനെതിരെ യാഥാസ്ഥിതിക ഹരേതി ജൂതന്മാർ നാളുകളായി വലിയ പ്രക്ഷോഭത്തിലാണ്. പക്ഷേ ആ പ്രക്ഷോഭങ്ങളെയെല്ലാം അടിച്ചമർത്തി മുന്നോട്ടു പോകുമ്പോഴാണ് സഖ്യകക്ഷികളുടെ ഈ കത്രികപ്പൂട്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ പ്രധാനമന്ത്രി പദവിയിലെത്തിയ നെതന്യാഹുവിന് പക്ഷെ ഇപ്പോൾ താഴെ ഇറങ്ങേണ്ടി വന്നാൽ വീണ്ടും ഈ പദവിയിലേക്ക് എത്താൻ അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് അഭിപ്രായ സർവേകൾ ഇതിനോടകം പറയുന്നത്. 17 വർഷക്കാലത്തെ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകാലത്തിന് അന്ത്യമാകാൻ പോവുകയാണോ? സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ ഒരു രാഷ്ട്ര തലവനെ കുറിച്ചാണിനി. വെറും 37 വയസ്സ്, 35-ാം വയസ്സിൽ അട്ടിമറിയിലൂടെ രാജ്യം പിടിച്ചെടുത്ത സൈനികൻ. പേര് ഇബ്രാഹിം ട്രയോറെ. ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ചെറുപ്പക്കാർ ഇയാളെ ഏറ്റെടുത്തിരിക്കുകയാണ്. പാട്ടുകൾ, റീലുകൾ, അപദാന കഥകൾ, യൂട്യൂബ് മുതൽ ഇൻസ്റ്റഗ്രാം വരെ ഇബ്രാഹിം ട്രയോറെ നിറഞ്ഞു നിൽക്കുകയാണ്. ആഫ്രിക്കയിലെ ബുർക്കിനോ ഫാസോ എന്ന കൊച്ചു രാജ്യത്തിന്റെ പ്രസിഡന്റാണ് ഇബ്രാഹിം ട്രയോറെ. യുദ്ധവും ആഭ്യന്തര കലാപങ്ങളും പുത്തരിയല്ലാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നാണ് ബുർക്കിനോ ഫാസോ. 40% പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന സ്ഥലം. അവിടെ പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്ത ഒരു സംഘത്തെ അതേ വർഷം തന്നെ പുറത്താക്കിയാണ് ഇബ്രാഹിം ട്രയോറെ അധികാരത്തിലേറിയത്. ആഫ്രിക്കയിലെ പതിവ് പരിപാടി എന്ന് കരുതി വലിയ പ്രാധാന്യമൊന്നും അന്ന് അതിന് അന്താരാഷ്ട്ര തലത്തിൽ കിട്ടിയില്ല. പക്ഷേ ഇബ്രാഹിം ട്രയോറെ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ പെട്ടെന്ന് തിരിഞ്ഞതോടെ കഥ മാറി. ഫ്രാൻസുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാണ് ട്രയോറയുടെ തുടക്കം. അവരുടെ എംബസി അടച്ചുപൂട്ടി. രാജ്യത്തുണ്ടായിരുന്ന ഫ്രഞ്ച് സൈനികരുടെ സംഘത്തോട് ഉടൻ സ്ഥലം വിടാൻ ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല നടന്നത്. 30 വർഷങ്ങൾക്ക് ശേഷം റഷ്യ അവിടെ എംബസി തുറന്നു, സൈനിക ക്യാമ്പും സ്ഥാപിച്ചു. ഇപ്പോൾ വ്ളാദിമിർ പുടിന്റെ അടുത്ത സുഹൃത്താണ് ഇബ്രാഹിം ട്രയോറെ. അതിദരിദ്ര രാജ്യമാണെങ്കിലും സ്വർണ്ണ ഖനനമാണ് പ്രധാന വ്യവസായം. ഫ്രാൻസിന്റെ പഴയ കോളനിയായിരുന്ന ഈ രാജ്യത്ത് സ്വർണ്ണ ഖനനത്തിന്റെ കുത്തക ഫ്രാൻസിലെ കമ്പനികൾക്കായിരുന്നു. മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കമ്പനികളുണ്ട്. ഖനനത്തിന് സ്വന്തം കമ്പനി തുടങ്ങി ട്രയോറെ സർക്കാർ. മറ്റ് കമ്പനികൾക്ക് രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ സർക്കാർ കമ്പനിക്ക് 15% ഓഹരി നൽകണം. അതൊക്കെ ചെയ്താലും ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഖനനാനുമതി കിട്ടുമെന്ന നിർബന്ധവുമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഇബ്രാഹിം ട്രയോറെ കത്തിക്കയറി. IMFനെയും വേൾഡ് ബാങ്കിനെയും ഒക്കെ പാശ്ചാത്യ ശക്തികളുടെ വളർത്തു നായ്ക്കളെന്ന് വിളിച്ചു. മറ്റ് ആഫ്രിക്കൻ രാജ്യത്തലവന്മാരെ സായിപ്പിന് മുന്നിൽ മുട്ടിടിക്കുന്നവരെന്ന് പരിഹസിച്ചു. ആഫ്രിക്ക മുഴുവൻ പട്ടാള യൂണിഫോമിലെ പയ്യൻ തരംഗമായി. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തിരിഞ്ഞാൽ ഇബ്രാഹിം ട്രയോറയുടെ അപദാന കഥകൾ ഒരുപാട് കിട്ടും. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പോയി അവിടുത്തെ പ്രൊഫസറെ വാദിച്ചു മലർത്തിയടിച്ച കഥ, കറുത്തവർഗക്കാരോട് വിവേചനപരമായി പെരുമാറുന്ന എയർ ഹോസ്റ്റസുമാരെ വിരട്ടിയ കഥ, അവധൂതനെ പോലെ വന്ന് പാവങ്ങളെ സഹായിച്ച കഥ. എന്തിന്, ലോകപ്രശസ്ത ഗായകർ ട്രയോറയെ വാഴ്ത്തിപ്പാടുന്ന AI കൊണ്ടുള്ള സംഗീത ആൽബം വരെയുണ്ട്. ആഫ്രിക്കയിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള കറുത്തവർഗക്കാരിൽ
ഇപ്പോൾ ട്രവോറയ്ക്ക് ആരാധകരുണ്ട്. ആരാധക വൃന്ദം ഇങ്ങനെ വളരുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രശ്നം റഷ്യയാണ്. ബുർക്കിനോ ഫാസോയിലേക്ക് അധികം താമസിയാതെ ചൈനയും വന്നേക്കാം. അടുത്ത കാലത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന സൈനിക അട്ടിമറികൾക്കെല്ലാം പിന്നിൽ ഇവരാണെന്നാണ് പാശ്ചാത്യ ശക്തികളുടെ സംശയം. ഇപ്പോൾ ഇസ്ലാം തീവ്രവാദികൾ പിടിമുറക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം അക്രമങ്ങളും കലാപങ്ങളും വ്യാപകമാണ്. അധികാര അട്ടിമറികൾക്ക് വളക്കൂറുള്ള മണ്ണ്. ബുർക്കിനോ ഫാസോയിലും ഇതാണ് നടന്നത്. അൽ-ഖ്വയ്ദയ്ക്കും ഇസ്ലാമിക് സ്റ്റേറ്റിനും സായുധ സംഘങ്ങളുള്ള നാട്ടിൽ അവരെ ഉടൻ ഒതുക്കും എന്ന് പറഞ്ഞാണ് ട്രവോറെ അധികാരം പിടിച്ചത്. 2 വർഷത്തിനകം ജനാധിപത്യം പുനഃസ്ഥാപിക്കുമെന്നും പറഞ്ഞു. രണ്ടും നടന്നില്ല. ഇപ്പോൾ ട്രവോറെ പറയുന്നത് തീവ്രവാദികളെ ഇല്ലാതാക്കാതെ ജനാധിപത്യം നടക്കില്ലെന്നാണ്. രാജ്യത്ത് അച്ചടക്കവും രാഷ്ട്രസ്നേഹവുമാണ് ആദ്യം വേണ്ടതെന്നും പ്രസിഡന്റ് ഓർമ്മിപ്പിക്കുന്നു. ഏതൊരു സ്വേച്ഛാധിപതിയുടെയും വഴികൾ ഓർമ്മിപ്പിക്കുന്നതാണ് ഇബ്രാഹിം ട്രവോറയുടെ പുതിയ നിലപാടുകൾ. സർക്കാരിനോട് വിയോജിക്കുന്നവരെ സൈനിക സേവനത്തിന് വിളിച്ചു വരുത്തി യുദ്ധമുഖത്തേക്ക് അയക്കുക വരെ ചെയ്യുന്നുണ്ടെന്ന് വാർത്തകളുണ്ട്. സത്യത്തിൽ ആരാണ് ഇയാൾ? മറ്റൊരു ആഫ്രിക്കൻ ഏകാധിപതിയോ? അതോ പലരും വിശേഷിപ്പിക്കുന്നത് പോലെ ആഫ്രിക്കയുടെ പുതിയ ചെഗുവേരയോ? കാത്തിരുന്ന് കാണാം. പകയും പ്രതികാരവും ദുരൂഹതകളും യുദ്ധങ്ങളും ഒക്കെ നിറയുന്ന ലോകം. കുഞ്ഞുണ്ണി മാഷിന്റെ ആ വരികളാണ് ലോകത്തിന്റെ ചെവിയിൽ ഇപ്പോൾ പറയാനുള്ളത്. വലിയൊരു ഈ ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ. സ്വയം നന്നാവുക. മറ്റൊരു അധ്യായത്തിൽ കാണാം.